സെക്രട്ടേറിയറ്റിന്റെ മുന്നിൽ ഒരാഴ്ച മുൻപ് നടന്ന ഒരു സമരമൊക്കെ കണ്ടിട്ടുണ്ട്. PSC റാങ്ക് ലിസ്റ്റിൽ കയറിയിട്ടും ജോലി കിട്ടാത്ത ആൾക്കാരുടെ. നമ്മുടെ കേരളത്തിൽ നിന്ന് കുറെ MP-മാര്, മുഖ്യമന്ത്രി അടക്കം ഇപ്പോ അവിടെ ജന്തർ മന്ദിറിൽ ഇവർക്ക് ഐക്യദാർഢ്യം അർപ്പിച്ചുകൊണ്ട് പോയിട്ടുണ്ട്. അപ്പൊ എന്ത് തോന്നുന്നു ഇവിടെ ഒരു രാഷ്ട്രീയ ഇവര് പോകുന്നത് രാഷ്ട്രീയമായിട്ട് ഇവിടെ ആത്മാർത്ഥത ഉണ്ടെങ്കിൽ ഇവർക്ക് ജോലി കൊടുക്കണമായിരുന്നല്ലോ. അതിനകത്ത് ഇരട്ടത്താപ്പാണുള്ളത്. അതിനകത്തൊരു സത്യസന്ധതയില്ല, ആത്മാർത്ഥതയില്ല, നീതിബോധമില്ല. കോൺഗ്രസിന് യുവജന സംഘടനയുണ്ട്, കമ്മ്യൂണിസ്റ്റിന് യുവജന സംഘടനയുണ്ട്. അപ്പം ഇവർക്കാരൊക്കെ സ്വന്തമായിട്ടൊരു സമരം നടത്താൻ കഴിവില്ലേ? അപ്പൊ ഈ ഒരു പാർട്ടി, ഈ ഒരു സംഘടന വന്നാൽ ഇവരെ കൂടെ ചേർന്ന് സമരം നടത്താനുള്ള കഴിവേ ഉള്ള. വേറൊരു സംഘടന കൊണ്ടുവരണമെങ്കിൽ അവന്റെ കൂടെ പോയി ചെയ്യണം. അതേപോലെ ഇന്നലെ തന്നെ അതിൽ കണ്ട ആക്രമണങ്ങൾ കണ്ടല്ലോ. അപ്പൊ സമാധാനപരമായിട്ടൊരു സമരമല്ല നടന്നത്. നല്ല രീതിയിൽ ആക്രമണം, നല്ല രീതിയിൽ എല്ലാം നടന്നിട്ടുണ്ട്. അപ്പം ഞാൻ ഈ എന്തോന്നാണ് ഈ പറയുന്ന സമരം അപ്പം മനസ്സിലായി ഇത് വേറെന്തോ അജണ്ട ഉണ്ട് അതിന്റെ. ഇതിപ്പോ നോക്കി കുറച്ച് ദിവസം കഴിയുമ്പോഴത്തേക്ക് കുറെ പേര് അങ്ങ് തൊഴിഞ്ഞു പോകുമ്പോൾ ഓട്ടോമാറ്റിക്കാ സമരം ചെയ്യും. പിന്നെ ഇതിന്റെ വേറെ കാര്യം കാണുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇതൊരു ഇരട്ടത്താപ്പ നയമാണ്. കാരണം ഇവിടെ വരുന്ന അവിടെ വരുന്ന ഇത് ശരിയല്ല. പിന്നെ അവിടെ എന്ന് പറഞ്ഞാൽ യുവാക്കളുടെ വൻ പ്രാതിനിധ്യം വന്നു. രണ്ടാമത് BJPക്ക് എതിരായിട്ട് വന്നു. ആ ഒരു കാര്യം കൊണ്ടായിരിക്കാം ഇവിടെയുള്ള മുഴുവൻ MP-മാരും സപ്പോർട്ട് ചെയ്തത്. നമ്മുടെ ഈ PSC നിയമനം കിട്ടാത്ത ജീവനക്കാരെ സപ്പോർട്ട് ചെയ്യാതെ അവിടെ ജന്തർ മന്ദിറിൽ അതൊരു രാഷ്ട്രീയ പ്രേരിതമാണ്. അതൊരു ശരിയായ നീക്കമല്ല. ജീവൻ പ്രശ്നങ്ങൾ ഇവിടെയും കിടക്കുകയാണ്. എന്നെ സംബന്ധിച്ച് എനിക്കത് അത്രയും ബെറ്റർ ആയിട്ട് തോന്നുന്നില്ല. അനാവശ്യമായിട്ടുള്ള കാര്യങ്ങളാണത്.